ധ്വജാരോഹണ ചടങ്ങിനൊരുങ്ങി അയോധ്യ. രാംപഥിൽ തീർത്ഥാടക പ്രവാഹം ആരംഭിച്ചു കഴിഞ്ഞു. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കാവ്യ പതാക ഉയർത്തുക. നിരവധി ആചാര്യന്മാരും സന്യാസിമാരും പങ്കെടുക്കുന്ന ചടങ്ങ് പ്രൗഢഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. രഞ്ജിത്ത് രാമചന്ദ്രൻ അയോധ്യയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഗുഡ് ഈവനിംഗ്. അയോധ്യ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. അയോധ്യയിലേക്ക് ഇപ്പോൾ ഭക്തജന പ്രവാഹമാണ് അല്ലെ? എന്താണ് അയോധ്യയിൽ കാണാൻ സാധിക്കുന്നത്? ഭവ്യ, വളരെ ഭക്തിസാന്ദ്രമായ വളരെ മനോഹരമായ ഒരു സായാഹ്നത്തിലാണ് ഞാനും പ്രശാന്ത് മംഗലശ്ശേരിയും ഇപ്പോൾ ഉള്ളത്. കാരണം ഞാനിപ്പോൾ ഉള്ളത് രാമജന്മഭൂമിയിലാണ്, വളരെ പുണ്യ നഗരമായ അയോധ്യയിലാണ്. ഇവിടേക്ക് പ്രശാന്തിന്റെ ക്യാമറയിൽ കൂടിയുള്ള ദൃശ്യങ്ങൾ കാണാം. ഭക്തലക്ഷങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. മറ്റൊന്നുമല്ല, ധ്വജാരോഹണമെന്ന പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഈ അയോധ്യ എന്നുള്ളതാണ്. നമുക്കറിയാം, ഇത് അയോധ്യ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിയ ഒരു ക്ഷേത്ര നിർമ്മാണമാണ് ഇവിടെ നടന്നത്. ഈ ക്ഷേത്രത്തിന്റെ പണി 2020 ആരംഭിച്ചു. അതിനുശേഷം 2024 ഇതുമായി ബന്ധപ്പെട്ട പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. രാമലല്ലയുടെ വിഗ്രഹമൊക്കെ സ്ഥാപിച്ചു. ഇവിടെ ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു 2 വർഷത്തിനകത്ത് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമാകും എന്നുള്ളത്. കാരണം വലിയ ക്ഷേത്രമാണ്, വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യമായുണ്ട്, മകുടമടക്കം സ്ഥാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർത്തിയാവാൻ അല്പം സമയമെടുക്കും. പക്ഷെ അപ്പോഴും 70 ഏക്കറിലായി പടർന്നു കിടക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ വലിയ ഒരു ഭാഗം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് തുറന്നു കൊടുത്തത് എന്ന് ഓർക്കണം. അതിനുശേഷം ഇപ്പോൾ 3 നിലകളും പൂർത്തിയായി കഴിഞ്ഞു, മകുടം സ്ഥാപിച്ചു. ഇനി വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ശ്രീരാമ പട്ടാഭിഷേകത്തിന് ദിവസമായ മറ്റന്നാൾ, അതായത് ചൊവ്വാഴ്ച നടക്കുന്ന ധ്വജാരോഹണമാണ്. അത് നടത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുമായി ബന്ധപ്പെട്ട് അതിഗംഭീരമായ ക്രമീകരണങ്ങളാണ് ഭവ്യ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന്, നമുക്ക് ഇതിന്റെ കണക്കൊക്കെ പരിശോധിച്ചാൽ അത്ഭുതകരമായ കണക്കാണ്. ഏതാണ്ട് 60 കോടി തീർത്ഥാടകർ ഇതിനകം തന്നെ ഈ അയോധ്യ നഗരിയിൽ വന്നു മടങ്ങി ഈ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ശേഷം എന്നുള്ളത് ഏറ്റവും അത്ഭുതകരമായി തന്നെ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്ന ഒരു കണക്കായി കൂടി മാറുന്നുണ്ട്. അത്ര അധികം തീർത്ഥാടകരുടെ ഒരു പ്രവാഹമാണ്. ഇപ്പോൾ ഈ സായാഹ്നത്തിലും ഇപ്പോൾ ഇരുട്ട് വീഴുന്നു, നല്ല കാലാവസ്ഥയാണ്. അവിടെയും ഭക്തർ ഇങ്ങോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ കണ്ടവരിൽ പലരും മലയാളികളായ കോഴിക്കോട്ടുകാരും പാലക്കാട്ടുകാരുമായൊക്കെയുള്ള അനവധി ആളുകളെ ഞങ്ങൾ കാണുകയും അവരോട് സംസാരിക്കുകയും മറ്റും ചെയ്തു. അവരുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് ഈ അയോധ്യയിലെത്തി ഇവിടുത്തെ ഇത്രയും പ്രത്യേകതയുള്ള ക്ഷേത്രം ഒന്ന് കാണുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളിലും മറ്റുമായി എത്തിയ ഉള്ളവരെ നമുക്ക് കാണാം. നവംബർ 25-നാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ്, ധ്വജാരോഹണ ചടങ്ങ് നടക്കുന്നത്. ചടങ്ങ് കുറ്റമറ്റതാക്കാൻ എഞ്ചിനീയർമാരും പൂജാക്രമം നിർവഹിക്കുന്ന സംഘങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിഹേഴ്സൽ ക്യാമ്പുകളും മറ്റും നടത്തുന്നുണ്ട്. ത്രികോണാകൃതിയിലുള്ള കാവ്യ നിറത്തിലുള്ള പതാകയാണ് ഇവിടെ ക്ഷേത്രത്തിൽ ഉയർത്തുക. പതാകയുടെ നടുക്ക് ഓം എന്ന ഒരു ചിഹ്നം കൂടി ഉണ്ടാകും. 108 ആചാര്യന്മാർ, ശ്രദ്ധിക്കണം, 108 ആചാര്യന്മാർ. അവർക്ക് വരുന്നത് കാശിയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും രാമേശ്വരത്തു നിന്നും മറ്റുള്ള 108 ആചാര്യന്മാരാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ്. അത്രത്തോളം പ്രൗഢഗംഭീരമായാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത് എന്നാണ് ഏറ്റവും പ്രത്യേകത. രാമക്ഷേത്രത്തിന്റെ 191 അടി ഉയരമുള്ള ശിഖരമുണ്ട്. ഈ ശിഖരത്തിന് മുകളിലാണ് പ്രധാനമന്ത്രി കാവ്യ പതാക ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ അതിനുള്ള ആചാര നടപടിക്രമങ്ങളുണ്ട്. നമുക്കറിയാം, പ്രാൺ പ്രതിഷ്ഠയിലും മുഖ്യാതിഥി ശ്രീ മോഹൻ ഭാഗവതും ഒപ്പം പ്രധാനമന്ത്രിയും മറ്റുമായിരുന്നു. ഈ പ്രധാനപ്പെട്ട ചടങ്ങിലും ഈ ധ്വജ പരിപാടിയിലും പ്രധാനമന്ത്രിയും ഒപ്പം മോഹൻ ഭാഗവതും അടക്കമുള്ളവർ പങ്കെടുക്കുകയും യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയും ഈ പരിസര പ്രദേശങ്ങളും. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ വാഹനങ്ങളുടെ ക്രമീകരണങ്ങളുമായിട്ടൊക്കെ നോക്കിയാൽ വാഹനങ്ങൾ കയറ്റിവിടാത്ത പശ്ചാത്തലമുണ്ട്. അത്തരത്തിൽ ആളുകളെ ഇങ്ങോട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ അകത്തേക്ക് കയറ്റിവിടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ചടങ്ങിന് അയോധ്യ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ 1-2 വർഷം മുമ്പ് കണ്ട ഒരു നഗരമല്ല ഇപ്പോൾ അയോധ്യ. അയോധ്യയുടെ മുഖച്ഛായ പാടെ മാറിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇവിടെ ഒരുപാട് ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നു, ഹോട്ടലുകൾ ഉയരുന്നു. ഒരു സിറ്റിയായി, ശരിക്കും ഒരു തീർത്ഥാടക സിറ്റിയായി
വലിയ തോതിൽ വിനോദസഞ്ചാരിയെ ആകർഷിക്കുന്ന ഒരു സിറ്റിയായി അയോധ്യ മാറിയ ഒരു പശ്ചാത്തലമാണ് ഏറ്റവും ശ്രദ്ധേയമായി ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾക്ക് ഇവിടെ തൊട്ടാണ് നമ്മുടെ സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസ് ആരംഭിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഏതാണ്ട് ഒരു 250 മീറ്റർ ഉണ്ട് ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ. അങ്ങോട്ടേ ക്യാമറകളൊന്നും അലൗഡ് അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളടക്കം നിരവധി ആളുകളാണ് അയോധ്യയിലേക്ക്, രാമജന്മഭൂമിയിലേക്ക് ദിവസവും എത്തുന്നത്. സ്വാഭാവികമായും മറ്റന്നാൾ പ്രധാനമന്ത്രി പതാക ഉയർത്തുമ്പോൾ കർശന നിയന്ത്രണം ഉണ്ടാകും. അയോധ്യയിലടക്കം, അയോധ്യയ്ക്ക് സമീപമടക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകും പ്രധാനമന്ത്രി എത്തുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ സന്ദർശകർക്ക്, ഭക്തർക്ക് ആ സമയത്ത് അങ്ങോട്ട് വിലക്കുണ്ടോ? അവരുടെ അറിവിലേക്ക് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? ഈ ക്ഷേത്രത്തിലെ ദർശന സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന് ഭവ്യ. കാരണം നേരത്തെ 15 മണിക്കൂർ മാത്രമായ ദർശന സമയമെങ്കിൽ ഇപ്പോൾ അത് 18 മണിക്കൂറായി വർദ്ധിപ്പിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഭക്തലക്ഷങ്ങളുടെ ഒരു വരവ് ഒക്കെ പ്രമാണിച്ചാണ് ഇത്ര അധികം ആളുകളെ കയറ്റിവിടാനുള്ള സമയക്രമമൊക്കെ വർദ്ധിപ്പിച്ചു. അപ്പം പൂജകളുടെ കാര്യത്തിലുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. നമുക്ക് ചിലരോടൊക്കെ ഇന്ന് സംസാരിക്കാം. ഫ്രം വെയർ? I'm from Gujarat. Gujarat. You're coming for first time here? Yeah, first time. How do you feel about the mandir? Yeah, amazing infrastructure, services अच्छी है. I mean roads अच्छे हैं और अभी सब कुछ मिल रहा है. लाइक हम लोग आए थे ये वर्डिक्ट से पहले सब कुछ नहीं था. अब तो बहुत कुछ चेंज हो ये गया. मंदिर का कंप्लीशन के पहले आया है? हाँ, जब पूरा वर्डिक्ट चल रहा था उससे पहले उससे वे बैक मे बी इन 2021. अब तो कैसा अंदर जाके पूरा देखा? नहीं, अभी हम लोग जा रहे हैं. हम लोग वेट कर रहे हैं अपने रिलेटिव्स का. वेट कर रहे हैं. ओके, गुजरात से आ रहे हैं. गुजरात से. नरेंद्र मोदी का हाँ, वो बड़ौदा से ही है. हमने बड़ौदा से जीताया था ना पहले उससे. अच्छा अच्छा, वो आ रहे हैं परसों? हाँ, कल परसों आ रहे हैं. इसलिए आज आना पड़ा, वरना हम लोग बाद में आना. किधर से है भैया? यूपी से ही है. यूपी से. कैसा लग रहा है आपका यूपी? अयोध्या बहुत बदल गया. एक नंबर अयोध्या तो अभी बहुत अच्छा है. हाँ, बहुत अच्छा सुविधा साधन सब आना जाना देखभाल बहुत अच्छे से हो रहा है. पहले आपने अयोध्या में आया है इसके पहले? नहीं, अभी फर्स्ट टाइम. फर्स्ट टाइम है. अंदर गया? हाँ, अंदर ही अभी जा रहे हैं. जा रहे हैं? जाने के लिए बहुत शौक हो रहा है अरे तो दिखने के लिए. अच्छा, नाम क्या है? अजीत सिंह. हाँ, इससे. हाय, नमस्कार. किधर से? इधर गोंडा से. हाँ, वजीरगंज गोंडा. हाँ. ये क्यों पहना रहे? ये नागेश्वरनाथ मंदिर में जलाभिषेक किए हैं. हाँ. तो वहाँ पुजारी जी ने हमको दिया है, मतलब पहनाया है. हाँ. माला वही. ये पहनकर अयोध्या देखने के लिए आया मंदिर में. इसलिए. जी 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 जी. अच्छा, कैसा लग रहा है इधर अयोध्या का? बहुत चेंज हो गया ना? बहुत ज्यादा डेवलपमेंट है और बहुत ज्यादा जो है परिवर्तन हो गए हैं. यदि 4-6 महीने ना हो तो लगता नहीं, मतलब ऐसा लगेगा कि हम कहाँ आ गए हैं. हर जगह चारों तरफ चेंजिंग आ रही है. ये हमारे यशस्वी प्रधानमंत्री नरेंद्र मोदी की देन है, योगी जी की देन है, जिनकी दृष्टि, जिनका जो है मन पूरी तरीके से अयोध्या में लगा हुआ है और वो पूरी तरीके से इसकी मॉनिटरिंग भी करते हैं, आते भी हैं और देखते भी हैं. विकास कार्यों पर उनकी नजर भी रहती है और उनके ही कार्यकाल में ये संभव हो पाया है. ऐसा किसी प्रधानमंत्री और मुख्यमंत्री के शासन में ऐसा संभव नहीं था कि इस तरीके का भव्य मंदिर का निर्माण, इस तरीके का डेवलपमेंट, इस तरीके का विकास अयोध्या में हो पाएगा. ऐसा किसी भी मुख्यमंत्री और प्रधानमंत्री से हम लोग उम्मीद नहीं कर